സോ ഹായ് ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നിങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയ നോക്കുമ്പോഴും അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ചുറ്റുപാടും ഒന്ന് നിരീക്ഷിക്കുമ്പോഴും നിങ്ങൾക്ക് കാണാൻ സാധിക്കും മാലാഖമാരെ പോലുള്ള ഈ സുന്ദരികളായിട്ടുള്ള പെൺകുട്ടികൾ ആവറേജ് ലുക്കുള്ള ബോയ്സിൻ്റെ കൂടെ കറങ്ങുന്നതും അവരുമായിട്ട് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നതും. ഇത് എന്തുകൊണ്ടായിരിക്കും എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങളിൽ ഒരു ഭൂരിഭാഗം പേരും പറയുന്നത് ഒരുപക്ഷെ ആവറേജ് ലുക്കുള്ള വ്യക്തി നല്ല കാശുകാരനായിരിക്കും, അതുകൊണ്ടായിരിക്കും ആ പെണ്ണ് അവൻ്റെ കൂടെ റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയത് എന്നുള്ളത്. പക്ഷേ നിങ്ങളിപ്പോൾ അവനെ വിളിച്ചിരുത്തി ഒന്ന് പരിശോധിച്ചാൽ ചിലപ്പോൾ അവൻ്റെ പോക്കറ്റിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുക സ്ക്രീൻ പൊട്ടിയ ഒരു ഫോൺ മാത്രമായിരിക്കും. അതായത് അവന് പറയത്തക്ക സാമ്പത്തിക ശേഷിയൊന്നും ഉണ്ടായിരിക്കില്ല, ആവറേജ് ലുക്കും ആയിരിക്കും. ഇനി നിങ്ങൾ ആ പെണ്ണിനോട് ചോദിക്കുകയാണ്, എന്ത് കണ്ടിട്ടാണ് നീ ഇവനെ ഇഷ്ടപ്പെട്ടത്? ആ പെണ്ണ് പറയും, എനിക്കറിയത്തില്ല, എന്തോ എനിക്ക് അവനെ ഇഷ്ടമാണ്, പക്ഷെ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, അവനെ എനിക്കിഷ്ടമാണ്. ഇന്നേ വരെ ഉത്തരം കിട്ടാത്ത 1000 ചോദ്യങ്ങൾ നിങ്ങളെടുത്താൽ അതിലുണ്ടാകാൻ പോകുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ശരിക്കും സ്ത്രീകൾക്ക് വേണ്ടത് എന്താണ് എന്നുള്ളത്. വലിയ വലിയ സൈക്കോളജിസ്റ്റുകൾക്കോ എന്തിന് ഫിലോസഫേഴ്സിന് പോലും ഇതിൻ്റെ ഉത്തരം ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ കേട്ടിട്ടും കണ്ടിട്ടുമൊക്കെയുള്ള കാര്യമാണ് ഈ പണമുള്ളവൻ്റെ കൂടെ അല്ലെങ്കിൽ നല്ല ലുക്കുള്ളവൻ്റെ കൂടെ മാത്രമേ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് മാത്രമേ പെണ്ണ് കിട്ടത്തുള്ളൂ എന്നുള്ളത്. പക്ഷേ ആവറേജ് ലുക്കുള്ള അത്രമേൽ സാമ്പത്തികമില്ലാത്ത വ്യക്തികൾക്കും പെണ്ണ് കിട്ടാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവരുടെ പേഴ്സണാലിറ്റി ഒന്നുകൊണ്ട് മാത്രമാണ്. അത്തരത്തിലുള്ള ചില ആളുകൾ കാം ആൻഡ് കോൾഡ് പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികളായിരിക്കും. ഈ ഹോളിവുഡ് ബോളിവുഡ് സിനിമകളിലെ റൊമാൻറ്റിക് സീനുകളൊക്കെ കണ്ടിട്ട് ചില ആളുകൾ പാട്ടും പാടി അവരുടെ ക്രഷിനെ സെറ്റാക്കാൻ പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർ ഇപ്പോഴും ഉണ്ട്. അതുപോലെ തന്നെ ചില യൂട്യൂബ് ചാനലൊക്കെ പറയും, നിങ്ങൾ ബാഡ് ബോയ് ആവും, അല്ലെങ്കിൽ നിങ്ങൾ സിഗ്മയാവും, പെണ്ണുങ്ങൾ നിങ്ങളുടെ ചുറ്റുവട്ടം ഇങ്ങനെ കറങ്ങി നടക്കും എന്നൊക്കെ പറയും. അതുപോലെ കബീർ സിംഗ് അല്ലെങ്കിൽ ആദിത്യ വർമ്മ ആ സിനിമയൊക്കെ കണ്ടിട്ട് അതിനകത്തെ കലിപ്പ് ക്യാരക്ടറൊക്കെ ആയി മാറിയാൽ പെണ്ണുങ്ങൾ സെറ്റാവുമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുമുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കിയോ, ഒരു തേങ്ങയുമില്ല. നിങ്ങൾ ഈ പറഞ്ഞ 2 കാര്യങ്ങളും വിശ്വസിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഞാൻ തുറന്നു തന്നെ പറയാം, നിങ്ങൾ മണ്ടന്മാരാണെന്ന് ഞാൻ പറയും. അതുപോലെ ഈ കാര്യം പറഞ്ഞു തരുന്നവരും മണ്ടന്മാരാണ്. ദയവായി ഈ വക പേക്കൂത്തുകൾ കേട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ക്യാരക്ടർ കളയും. സ്ത്രീകളെന്നല്ല എല്ലാവരും ഇഷ്ടപ്പെടുന്ന സിറ്റുവേഷൻ അനുസരിച്ച് എക്സ്പ്രസ് ചെയ്യുന്ന ചില ക്വാളിറ്റീസ് ഉണ്ട്. അതെല്ലാവരിലും ഉണ്ട്. ചില ആളുകൾ അതാത് സിറ്റുവേഷനിൽ അത് എക്സ്പ്രസ് ചെയ്യും, ചില ആളുകൾ അത് എക്സ്പ്രസ് ചെയ്യത്തില്ല. അത് ചിലപ്പോൾ അവരുടെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിരിക്കും. ചില ആളുകൾ ഇതിനെ എടുത്ത് തരം തിരിച്ച് ബാഡ് ബോയ് ക്വാളിറ്റി അല്ലെ നൈസ് ഗേ ക്വാളിറ്റി എന്നൊക്കെ ആക്കി മാറ്റുന്നതാണ്. സത്യത്തിൽ ഈ ക്വാളിറ്റീസ് എല്ലാവർക്കും ഉണ്ട്. ചില ആളുകൾ എക്സ്പ്രസ് ചെയ്യുന്നു, ചില ആളുകൾ എക്സ്പ്രസ് ചെയ്യുന്നില്ല. ഓക്കെ, ഈ ബാഡ് ബോയ് അല്ലെങ്കിൽ നൈസ് ഗേ എന്നതിന് അർത്ഥം വേറെയാണ്. ഓക്കെ, ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അത് മനസ്സിലാക്കുക. നിങ്ങളിപ്പോൾ ബാഡ് ബോയ് ക്വാളിറ്റീസ് എന്നും പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും മിസ്ബിഹേവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ക്രഷിൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ സ്പോട്ടിൽ ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതുപോലെ ഒരു സ്ത്രീക്ക് 4 മിനിറ്റ് ഒരാളോട് സംസാരിച്ചാൽ മതി, അതിനുള്ളിൽ അയാളുടെ ഉദ്ദേശം എന്താണെന്ന് അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. എന്തിനു വേണ്ടിയിട്ടാണ് തന്നെ സമീപിച്ചതെന്നുള്ളത് ആ സ്ത്രീ 4 മിനിറ്റ് കോൺവെർസേഷനിലൂടെ അവർ മനസ്സിലാക്കിയിടും. ഇനിയിപ്പോൾ അത് നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും അവരത് മനസ്സിലാക്കിയെടുക്കും. അങ്ങനെ ഒരു സെൻസ് സ്ത്രീകൾക്കുണ്ട്. ഇനി എങ്ങനെ ഒരു കാം ആൻഡ് കോൾഡ് പേഴ്സണാലിറ്റി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കും? അതിനാദ്യം അവർക്ക് നിങ്ങൾ കൊടുക്കുന്ന എഫർട്ട് ലിമിറ്റഡ് ആക്കുക. അതായത് നിങ്ങളൊരു പക്ഷേ ഫിനാൻഷ്യലി ഇമോഷണലി അവർക്ക് നല്ല നല്ല ഫീലിങ്സ് കൊടുക്കുന്നുണ്ടായിരിക്കും. ഇതിനായിട്ട് ലിമിറ്റ് ഇല്ലാതെ നിങ്ങൾ എഫർട്ട് ഇടുന്നുണ്ടായിരിക്കും. പക്ഷേ ഈ ഫീലിങ്സിന് ഒരു പ്രശ്നമുണ്ട്, ഇത് ലൈഫ് ലോങ് നിൽക്കത്തില്ല. ഇതിനും ഒരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റ് കഴിയുമ്പോൾ ഇതില്ലാതാവും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും 10-15 വർഷമായിട്ടുള്ള റിലേഷൻഷിപ്പൊക്കെ പെട്ടെന്നൊരു ദിവസം പൊട്ടിപ്പോകുന്നു. അവരുടെ ഫീലിങ്സിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നിങ്ങളിടുന്ന എഫർട്ട് ലിമിറ്റഡ് ആക്കുക. അതുപോലെ ചില ആളുകൾ അവരുടെ ക്രഷ് പറയുന്ന കാര്യങ്ങൾ അത് ഇനി സെൻസ് ഇല്ലാത്ത കാര്യമാണെങ്കിൽ കൂടി അത് എഗ്രി ചെയ്യാറുണ്ട്. ആ ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മാറ്റുക. അവർ പറയുന്ന നോൺ സെൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ എഗ്രി ചെയ്യാതെ അത് ഡിസഗ്രി ചെയ്യുക. സമ്മതിച്ചു കൊടുക്കേണ്ടത് മാത്രം സമ്മതിച്ചു കൊടുക്കുക, അല്ലാത്തത് സമ്മതിക്കാതിരിക്കുക. സ്വന്തമായ നിലപാടുകൾ, അഭിപ്രായങ്ങൾ, തീരുമാനങ്ങൾ ഇതൊക്കെയുള്ള ഒരു വ്യക്തിയായിരിക്കും ഒരു ഡോമിനേറ്റഡ് പേഴ്സൺ. സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് അവരെ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. സ്ത്രീകൾ മാത്രമല്ല, സമൂഹത്തിലെല്ലാവരും ഇത്തരക്കാരെ നല്ല രീതിയിൽ ബഹുമാനിക്കുന്നു. ഉള്ള കാര്യം ഉള്ള പോലെ മുഖത്ത് നോക്കി പറയാൻ അതുകൊണ്ട് നിങ്ങൾ ധൈര്യം കാണിക്കുക. അല്ലാതെ അവരെ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടി വെറുതെ അവരുടെ നോൺസെൻസിനെല്ലാം നിങ്ങൾ എഗ്രി ചെയ്യാതിരിക്കുക. അതുപോലെ ചില സ്ത്രീകൾ പറയും, ഞാൻ പറയുന്നതിനൊത്ത് നിന്നില്ലെങ്കിൽ ഞാൻ നിന്നെ ഇട്ടിട്ട് പോകും, ഞാൻ നിന്നെ ഉപേക്ഷിക്കുമെന്നൊക്കെ. ഇത് കേൾക്കുന്ന ചില ആളുകൾ അവരുടെ പിന്നാലെ നടക്കും, അവർ പറയുന്നതെല്ലാം അനുസരിക്കും, അവരിട്ടിട്ട് പോകാതിരിക്കാൻ വേണ്ടി. അവരുടെ മുന്നിൽ
വലിയ രീതിയിൽ തന്നെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യും. ഇമോഷൻസ് അഥവാ നമ്മുടെ ജലസി, ദേഷ്യം, അതുപോലെ വിഷമം, ഈ വക ഇമോഷൻസ് നമ്മൾ ഓവറായിട്ട് അവരുടെ മുന്നിൽ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ അവർ ഇതിനെ നമ്മളെ വാലിഡേറ്റ് ചെയ്യാനുള്ള ഒരു ട്രാപ്പാക്കി മാറ്റും. അതുകൊണ്ട് നിങ്ങളുടെ ക്രഷിനോട് നിങ്ങളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമാണ്, അതായത് നിങ്ങളിപ്പോൾ റിലേഷൻഷിപ്പിലായിട്ടില്ലെങ്കിൽ നിങ്ങളിപ്പോഴേ നിങ്ങളുടെ ഇമോഷൻസ് അവരുടെ മുന്നിൽ ഒരിക്കലും എക്സ്പ്രസ് ചെയ്യരുത്. പ്രത്യേകിച്ചും ഞാൻ ഈ പറഞ്ഞ 3 ഇമോഷൻസ് ഒരിക്കലും. ഒട്ടും വികാരമില്ലാത്തവനാകണം എന്നല്ല ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് അവരിനി എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ പറഞ്ഞാലും ഇനിയും നിങ്ങളെ ഇട്ടിട്ട് പോയാലും നിങ്ങളെ അതൊന്നും ബാധിക്കില്ല എന്ന് അവർക്ക് തോന്നണം, അല്ലെ തോന്നിപ്പിക്കണം. അതായിരിക്കണം നിങ്ങളുടെ ഉദ്ദേശം. ഇമോഷൻസ് തോന്നുക സ്വാഭാവികമാണ്, പക്ഷേ അതൊരിക്കലും അവരുടെ മുന്നിൽ പ്രകടിപ്പിക്കരുത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൂടെ നിങ്ങൾക്കും ഒരു കാം ആൻഡ് കോൾഡ് പേഴ്സണാലിറ്റി ഉണ്ടാക്കിയെടുക്കുകയും അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ ക്രഷിനെ അട്രാക്റ്റ് ചെയ്യാനും സാധിക്കും. ഇതിനായിട്ട് കാശുകാരനാവുകയോ അല്ലെങ്കിൽ ഗുഡ് ലുക്കിംഗ് ആവുകയോ ഒന്നും തന്നെ വേണ്ട. ജസ്റ്റ് നിങ്ങളുടെ പേഴ്സണാലിറ്റി ഒന്ന് കറക്റ്റ് ചെയ്താണ്. അപ്പോൾ വീഡിയോയുടെ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റേ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. സൈനിങ് ഔട്ട്.